ഓം ഗുരുഭ്യോ നമഃ. ഇന്ന് 26ാമത്തെ നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവ വിശേഷങ്ങളും മറ്റുമാണ് നമ്മളിവിടെ വിശദമാക്കാൻ പോകുന്നത്. ഉത്രട്ടാതി നക്ഷത്ര പുരുഷന്മാർ മിക്കവരും സത്യസന്ധരും നീതിബോധവും ഉള്ളവരായിരിക്കും. എന്തു കാര്യത്തിലും ശരിയുടെ ഭാഗത്ത് നിൽക്കുന്നവരായിരിക്കും. വളരെ ലുബ്ധിച്ച് ജീവിക്കുന്നവരായിരിക്കും മിക്കവാറും പേർ. ധനസമ്പാദനത്തിനായിരിക്കും ഇവർ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത്. കൂടുതൽ ബന്ധുജനങ്ങൾ ഉണ്ടാകാൻ യോഗമുണ്ട്. വാക്സാമർത്ഥ്യം ഉണ്ടാകും. മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാനും വ്യവഹാര കാര്യങ്ങളിലും ഇവർക്ക് താല്പര്യമുണ്ടാകും. അന്യജനങ്ങളെ സഹായിക്കാനുള്ള മനോഭാവം ഉണ്ടാകും. വിദ്യയിൽ ഉന്നതി ഉണ്ടാകും. ഉന്നത സ്ഥാനമാനങ്ങൾ ഉള്ള ജോലി ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. മനക്ലേശങ്ങൾ, പ്രതിസന്ധികൾ ഇവ സഹിക്കുവാനുള്ള മനക്കരുത്ത് ഇവരിൽ വളരെ കുറവായിരിക്കും. നഗരങ്ങളെക്കാൾ ഗ്രാമങ്ങളിൽ താമസിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നു. വളരെ പെട്ടെന്ന് പണക്കാരാവുന്നവരല്ല ഇവർ. മിക്കവർക്കും വലിപ്പച്ചെറുപ്പമില്ലാതെ ആരോടും ഇടപഴകാനുള്ള സാമർഥ്യം ഉണ്ടാവും. എന്തു കാര്യത്തിലും ഇവർക്ക് ലക്ഷ്യപ്രാപ്തി ഉണ്ടാകും. പ്രവൃത്തിയുടെയും വൃത്തിയുടെയും ശുദ്ധിയുടെയും കാര്യത്തിൽ മുൻപന്തിയിലായിരിക്കും. വീടും പരിസരവും നന്നായി സൂക്ഷിക്കുന്നവരായിരിക്കും. ആഭരണ അലങ്കാര വസ്തുക്കളിൽ താല്പര്യമുണ്ടാകും. കുടുംബം വിട്ട് അന്യ സ്ഥലത്ത് താമസിക്കുവാൻ യോഗമുണ്ടാകും. ഇവർക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും. കുടുംബ ബന്ധുജനങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുകയും അവർക്ക് സഹായ സഹകരണങ്ങൾ ചെയ്യുവാനും ഇവർക്ക് താല്പര്യം ഉണ്ടാവും. ഇവർ ചെയ്യുകയും ചെയ്യും. സർക്കാർ സംബന്ധമായ ഗുണാനുഭവങ്ങൾക്ക് യോഗമുണ്ടാകും. ഈശ്വര വിശ്വാസത്തിലും മതാനുഷ്ഠാനങ്ങളിലും താല്പര്യമുള്ളവരായിരിക്കും. ഇവരുടെ മനസ്സ് ഇവർക്ക് മാത്രമേ അറിയാൻ കഴിയൂ. കുടുംബജീവിത സൗഖ്യവും സന്താന സുഖവും ചിലർക്ക് ഗുണകരമല്ല. എന്നാൽ ചിലർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കൂടിയ കുടുംബജീവിതം ലഭ്യമാകുന്നു. ഇവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ദോഷാനുഭവങ്ങൾ, കബളിപ്പിക്കൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഭാഗ്യാനുഭവങ്ങളും ധനനേട്ടവും ഇവർക്ക് യഥാവിധം വന്നുകൂടുവാനുള്ള യോഗം. ഇവരുടെ ഭാര്യമാരിൽ മിക്കവരും തടിച്ച ശരീരപ്രകൃതിയും വെളുപ്പ് നിറവും ഉള്ളവരായി കാണുന്നു. ഇവർക്ക് മനഃശക്തി കുറഞ്ഞവരായിരിക്കും. മിക്കവർക്കും ഈശ്വര വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളിൽ താല്പര്യം ഉണ്ടാവും. അവരുടെ ഭാര്യമാർക്ക് സർവ്വവിധ സുഖഭോഗ സൗഖ്യത്തോടു കൂടിയ കുടുംബജീവിതം ഇവർക്ക് പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് സന്താന തടസ്സങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഉത്രട്ടാതി നക്ഷത്ര സ്ത്രീകൾ ഇവരുടെ ആകർഷകമായ പെരുമാറ്റം എടുത്തു പറയേണ്ടതാണ്. എല്ലാവരോടും വളരെ ഭംഗിയായിട്ട് പെരുമാറും. മനഃശുദ്ധിയും കർമ്മ കുശലതയും ഉണ്ടാകും. ത്യാഗ മനോഭാവവും ആലോചിച്ച് പ്രവർത്തിക്കുന്ന ശീലവും ഇവർക്കുണ്ട്. കലാ സാഹിത്യ രംഗങ്ങളിൽ ജന്മനാ കഴിവുകൾ ഉള്ളവരായി കാണുന്നു. ഈശ്വര വിശ്വാസികളായിരിക്കും. ഇവർ അതിഥി സൽക്കാരത്തിൽ പ്രിയമുള്ളവരായിരിക്കും. ധനഭാഗ്യ യോഗം ഇവർക്കുണ്ടാകും. ലൈംഗിക കാര്യങ്ങളിൽ അല്പം താല്പര്യം കൂടുതലുള്ളവരായിരിക്കും മിക്കവാറും പേർ. സദാചാര നിഷ്ഠ പാലിക്കുന്നവരായിരിക്കും. വിവാഹ ജീവിതത്തിൽ വളരെ നേരത്തെ പ്രവേശിക്കാൻ സാധ്യത കൂടുതലാണ്. കുടുംബജീവിത സൗഖ്യവും സർവ്വസുഖ ഭോഗ തൃപ്തിയും ഇവർക്ക് വിധിച്ചിട്ടുള്ളതാണ്. സന്താന ഭാഗ്യം ഉണ്ടാവും. ഭർത്തൃ മനസ്സ് അറിഞ്ഞ് പെരുമാറാനുള്ള കഴിവ് ഇവർക്കുണ്ടാവും. ഭർത്താവിനെ എല്ലാ അർത്ഥത്തിലും തൃപ്തിപ്പെടുത്തുന്നവരായിരിക്കും. കുടുംബ ഭരണത്തിലും ഔദ്യോഗിക രംഗത്തും മികവ് പുലർത്തും. പാചക കാര്യങ്ങളിലും ശോഭിക്കും. കാര്യശേഷിയും എന്തും കണ്ടറിഞ്ഞ് പെരുമാറാനുള്ള ശീലവും ഇവർക്കുണ്ടാവും. അതിനുള്ള കഴിവും ഇവർക്കുണ്ട്. ഇവരുടെ ഭർത്താക്കന്മാർ മിക്കവരും അധികം വണ്ണമില്ലാതെ ഉയരം കൂടിയ ശരീരം ഉള്ളവരായി കാണുന്നു. ചിലർ വളരെ മാന്യന്മാരായിരിക്കും. ചിലർക്ക് കാമാസക്തി വളരെ കൂടുതലായും കണ്ടുവരുന്നു. ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജേർണലിസം,
സർക്കാർ സംബന്ധ തൊഴിലുകൾ, ടൂറിസം വ്യവസായ മേഖലകൾ, എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾ, അധ്യാപന മേഖലകൾ, ജനസേവന രംഗം, ഹോട്ടൽ, എഴുത്തുകുത്തുകൾ, വിദേശ ജോലി, ബിസിനസ് എന്നീ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഉത്തരാടി നക്ഷത്രക്കാർക്ക് നാഡീക്ഷീണം, മുഖരോഗങ്ങൾ, ദന്തരോഗങ്ങൾ, സന്ധികളിൽ ബലക്ഷയം, വാതസംബന്ധ രോഗങ്ങൾ, അസ്ഥികൾക്ക് ബലക്ഷയം, ത്വക്ക് രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, കിഡ്നി സ്റ്റോൺ, ചെവി രോഗങ്ങൾ, വൻകുടൽ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധ രോഗങ്ങൾ, അർശസ്, വായുകോപം, മലമൂത്രാശയ രോഗങ്ങൾ, യോനി രോഗങ്ങൾ, സ്തനങ്ങളിൽ മുഴ, ഗർഭാശയത്തിൽ മുഴ തുടങ്ങിയവയിൽ ചിലത് ഇവരെ ബാധിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ കുറിച്ചുള്ള ചെറിയ ഒരു വിവരണം. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മുഴുവനായി കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളോട് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.